ഹലോ, ഇന്ന് നമ്മൾ എവിടെയാണ് വന്നിരിക്കണമെന്ന് അറിയാമോ? നമ്മൾ വിഴിഞ്ഞ ഹാർബറിലാണ് വന്നേക്കണത്. ഇതാണ് പോർട്ട്, മദർ പോർട്ട് എന്ന് പറയും. ഇപ്പോൾ പുതിയതായിട്ട് കപ്പലൊക്കെ വന്നില്ലേ, ആ പോർട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ ഈ ലേലത്തിന് മീനൊക്കെ എടുക്കാൻ പറ്റും. ഒരുപാട് മീനൊക്കെ ഇവിടെ നിന്നാണ് ആൾക്കാർ വന്ന് എടുക്കുന്നത്. ഇവിടെ മാത്രമല്ല വേറെ സ്ഥലങ്ങളിലും എടുക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മീൻ ബോട്ടിൽ നിന്ന് വരണതും അല്ലാതെ ആൾക്കാർ എടുത്തുകൊണ്ട് പോണതും ഇതൊക്കെ ഒന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പുതിയ പുതിയ കാഴ്ചകൾ കാണാത്തവർക്ക് നമ്മളെ കൊണ്ടാവുന്ന വിധം പുതിയ പുതിയ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ലേലത്തിലൊക്കെ വിളിച്ച് തൂക്കിയൊക്കെയാണ് എടുത്തത്. ഇങ്ങനെയാണ് ലേലത്തിൻ്റെ തുടക്കം. ഇതേപോലെ കുട്ടയിൽ കൊണ്ടുവരും, എന്നിട്ട് കരയിൽ കൊണ്ടുപോകും. കരയിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് പറ്റുന്ന വിലയിൽ അവർ ലേലം വിളിച്ച് എടുക്കുകയാണ് പതിവ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ നല്ല മീനൊക്കെ പെട്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം നല്ല മീനൊക്കെ പെട്ട സമയമാണ്. ചീലാവും ചൂരയും അങ്ങനെ മോത അങ്ങനെ പല പല ഐറ്റം മീനുകളെല്ലാം അതിലുണ്ട്. എല്ലാം നമുക്ക് കാണിച്ചു തരാം. എല്ലാ മീനുകളും നമ്മളിപ്പോൾ പരിചയപ്പെടുത്തി തരാം. എനിക്ക് മീനിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇവരെ മാത്രമേ അറിയുള്ളൂ. അറിയാവുന്ന മീനുകളുടെ പേര് പറഞ്ഞു തരാം. അറിയാത്ത മീനുകളുടെ പേരും ഉണ്ട്. അത് നിങ്ങൾക്കറിയാമെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്ക് ചൂര മീൻ മാത്രമേ അറിയുള്ളൂ. ഈ മീനിന്റെ പേര് ക്ലാത്തി. പിന്നെ ഇത് വാള, ഇത് തിരച്ചി ചെറുത്, ഇത് ലോബ്സ്റ്റർ, കണവ, ഇതും തിരച്ചി കുറച്ചും കൂടെ വലുത്. ഇത് തിരച്ചി, അതേ തിരച്ചി തന്നെയാണ്. അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്, ലേലത്തിൽ വിളിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് തിരച്ചി, അതിൻ്റെയും വലുത്, നല്ല വലുത്. എന്നെ രണ്ട് എണ്ണ പിടിച്ച് ഇതിനകത്ത് വെച്ചാൽ അതിനകത്ത് കവറായിരിക്കും, അത്രയ്ക്കും വലുതാണ്. അതും കട്ട് ചെയ്തെടുക്കുകയാണ്, ലേലത്തിൽ വിളിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നെയ്മീൻ. ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. അത് അറിയാവുന്നവർ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനെ ഓലാവെന്നൊക്കെ പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേരും അറിയത്തില്ല. മുള്ളം മീനെന്ന് ഞാൻ പറയും. ഇത് മോത, നല്ല വിലയുള്ള മീനെന്നാണ് എൻ്റെ അറിവ്. ഹോട്ടലുകാരൊക്കെയാണ് ഇത് കൂടുതൽ എടുക്കാറ്. ഇത് കണവ, കല്ലൻ കണവ. 2 ടൈപ്പ് കണവയുണ്ട്. കല്ലൻ കണവയുണ്ട്, ചതക്കണവയുണ്ട്. ഇത് കല്ലൻ കണവയാണ്. ഇത് അധികം ഇത് ചില ആൾക്കാർ കഴിക്കാറില്ല. വേറൊരു കണവയുണ്ട്, ആ കണവയാണ് കഴിക്കാറ്. ഇതിപ്പോൾ എത്ര എണ്ണമെന്ന് കണ്ട് ലേലം വിളിക്കാനാണ് അങ്ങനെ. ഇത് കൊണ്ടുപോകുന്നത് ആവോലി. ഇതും ക്ലാത്തിയാണ്, കറുത്ത ക്ലാത്തി. ഇത് ആവോലി. ഇതിൻ്റെ പേര് കത്തിക്കാരാന്നാണ്, പക്ഷേ ഇതിനെ ഇപ്പോൾ CD എന്ന് പറയും. ഇത് ഉണ്ണിമേരി, പല സ്ഥലത്ത് പല പേരാണ്. ഇവിടെ ഉണ്ണിമേരി. ഇത് അയല, ഇതും വാള, അത് ചീലാവ്, കോര എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞണ്ട്. ചൂരകഥ വഴിയിൽ കളഞ്ഞാണ് പോണത്. ആർക്ക് വേണോ വാരിക്കൊണ്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിങ്ങനെ വീണു പോകുമ്പോഴത്തേക്കും എടുക്കാനായിട്ട് ഒരുപാട് അമ്മച്ചിമാരെ കോടി വരാറുണ്ട്. അതെന്ന് വെച്ചാൽ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തന്നെ അങ്ങനെയുള്ള കറിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അവരെടുക്കുന്നത്. ചിലർ അതുകൊണ്ട് വിൽക്കും. ഇത് കൊഞ്ച്, അത് വാള, ഇത് നൊത്തോലി. ഇതിൻ്റെ പേര് അറിയത്തില്ല എന്താണെന്ന്. ഉണ്ണിമേരി ഉണ്ട്. പിന്നെ ഇത് ചൂര, കൊഞ്ച്. ഇതൊക്കെ അവർ ലേലത്തിൽ വിളിച്ചിട്ട് വിൽക്കാനായിട്ട് അവർ വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഓരോരോ പങ്ക് വെച്ചാണ് വെക്കുന്നത്. 3 എണ്ണം 500 രൂപ, അല്ലെങ്കിൽ 200 രൂപ, അങ്ങനെയൊക്കെ മീനിൻ്റെ സൈസ് അനുസരിച്ച്. വാള, ആവോലി എല്ലാം ഉണ്ട്. ഞണ്ട്, ഇതിനൊക്കെ നല്ല വിലയാണ്. മീൻ ഇഷ്ടം പോലെ കിട്ടുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ വില കുറവായിരിക്കും. ഇതൊക്കെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അവർ പൈസ വാങ്ങും, കട്ട് ചെയ്ത് കൊടുക്കും, വൃത്തിയാക്കി കൊടുക്കും. അതിന് വേണ്ടിയിട്ടിരിക്കുന്നതാണ്. ഇത് വിൽക്കാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പം മിക്ക മീനുകൾ ഇതിനകത്ത് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താണ് പേരെന്നുള്ളത് പറയാം. ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇത് കാണാത്തവർ കാണും, അവർക്ക് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.